എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഇപ്പോഴെവിടെയാ? പ്രേം എവിടെ പോയി? അത് ശരി. ഇനി പറയൂ സാർ. ഇവിടെ ആരുമില്ല. അവനകത്ത് കടന്നു. ഓല്ലോ സാർ. പക്ഷെ കാണാൻ ഒരു ഇന്നസെന്റ് പയ്യനെ പോലുണ്ട്. അത് ആക്ടിങ്. താൻ തെറ്റിദ്ധരിക്കേണ്ട. അവന് ജഡ്ജിയോട് നല്ല ദേഷ്യമുണ്ട്. തീർച്ചയായും ജഡ്ജിനെ തക്ക സമയത്ത് കൊന്നിരിക്കും. അവൻ ജഡ്ജിനെ കൊല്ലുന്ന അടുത്ത സെക്കൻഡിൽ തന്റെ തോക്കെടുത്ത് താൻ അവനെ കൊല്ലണം. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ, ഓർമ്മയുണ്ട് സാർ. ബട്ട് എന്താടോ ബട്ട്? ഞാൻ കുടുങ്ങരുതല്ലോ സാർ. കുടുംബമൊക്കെ ഇല്ലേ സാർ? വാട്ട് നോൺസെൻസ്. യു ആർ എ ബ്ലാക്ക് കാറ്റ് മാൻ. താൻ എങ്ങനെ കുടുങ്ങും? അവൻ ജഡ്ജിനെ കൊന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കൊന്നു എന്ന് പറയണം. അതുകൂടാതെ ഗവൺമെന്റ് തനിക്ക് അവാർഡ് വരെ തരും. ഞാൻ റിവാർഡും തരും. ധൈര്യമായിരിക്കെ, ഞാൻ നോക്കിക്കൊള്ളാം. എന്താ ഇത്? രക്തോ? വന്നതും പണി തീർത്തോ? അയ്യോ, എറ്റിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുവാണോ? മീനാണോ വെട്ടുന്നേ? അയ്യോ, എടാ ഭാവി, പച്ചക്കറി കൂട്ടാൻ വെച്ചാ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആയുധം വെച്ച് ഇന്നാടാ കാണുന്നത് ഞാന്. അതെ സാർ, ഒരു 2 days ഈ പ്രോഗ്രാം ഒന്ന് മാറ്റി വെക്കാവോ? എന്തിന്? എന്താന്ന് ചോദിച്ചാ ഇന്ന് ശനിയാഴ്ചയാ. അതുകൊണ്ട് ആത്മാവ് തനിയെ പോകാൻ മടി പിടിക്കും എന്നാ പറയാറ്. പേടിക്കണ്ട, നീ കൂട്ടുപോകണം. അതല്ല, സാവകാശം പകല് കൊല്ലാവല്ലോ. എന്താ ഇരുട്ടത്ത് വന്നാലെന്താ? ഇരുട്ടത്ത് വന്നാ ഇപ്പൊ ശാന്തമല്ലേ, ഇത് പൊട്ടുമ്പോ ഠംന്ന് കേക്കും. ദമ്മന്ന് കേക്കില്ല, സൈലൻസർ വെച്ചിട്ടുണ്ട്, ശബ്ദം വരില്ല. ശബ്ദം വരില്ലേ? ഇപ്പൊ നീ എനിക്ക് ജഡ്ജിന്റെ റൂമിലേക്കുള്ള വഴി കാണിക്കേ. ഞാൻ കാട്ടണോ? പിന്നാര് കാണിക്കും? അതെ, ഇത്രയും പ്ലാനോടെ വന്നപ്പോ ഒരു മാപ്പും കൂടെ കൊണ്ടുവരാൻ പാടില്ല. നീയാടാ എന്റെ മാപ്പ് മച്ചാ. വാ. അത് വേണോ? വിധിയുടെ വിളയാട്ടം. അത് പുറത്തേക്കുള്ള വഴിയാ. പുറത്തേക്കോ? നിന്റെ കൂടെ ചേർന്നതിന് ശേഷം ഈ വീട്ടിലുള്ള വഴിയൊക്കെ മറന്നുപോയി ഞാൻ. വാ നോക്കി പോകാം. അയ്യോ, കൈ പറിക്കുന്നുണ്ടല്ലോ. ചുമ്മാരി ഗ്രിപ്പിന് വേണ്ടിയാ. അതേ, നല്ലോണം ആലോചിച്ച് പറ. ചെച്ചിന്റെ കഥ കഴിച്ചേ അടങ്ങുള്ളൂ. അങ്ങോട്ടുള്ള പടികൾ ഇതാണ് കേട്ടോ. ഈ വഴി അങ്ങനെ മുകളിലോട്ട് പോയാ അവസാനത്തെ റൂമാണ് ജഡ്ജിന്റെ റൂം. ഒരു മിനിറ്റ്, ആദ്യത്തെ റൂമിൽ മാത്രം മുട്ടരുത്. അവിടെ അമ്മ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഉറങ്ങുമായിരിക്കും. അപ്പൊ പോയി തട്ടി ഉണർത്തി എണീപ്പിച്ചു എന്ന് വെച്ചു. അയ്യോ, അങ്ങനെ ബഹളം വെച്ച് എല്ലാരും ഉണർത്തും. ശരി, ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ നിൽക്ക്. മുരുക വിളിച്ചോണ്ടിരിക്കെ. ഞാൻ തന്നെ പറയണോ? അയ്യോ മുരുക, ജ്ഞാന പണ്ഡിത. അയ്യോ, അർദ്ധരാത്രിയിൽ ആചാരെ പോലെ കവിത പറയിച്ചത്. അല്ല, ജഡ്ജിനെ കൊല്ലാൻ നീ മാത്രമേ വന്നിട്ടുള്ളൂ വിചാരിച്ചാ ഞാൻ നിന്റെ കൂടെ നിന്നെ. ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ നീ. എന്താണ് പറയുന്നത്? സത്യമാണോ പറയുന്നത്? നിന്നെ പോലെ നോക്കും കൊണ്ട് എടുത്തും വന്നിട്ടുണ്ട്. എവിടെ? അവിടെ കണ്ടോ? അതവിടെ നിൽക്കുന്നത് കണ്ടോ? ടെറസിന്റെ മേലല്ല, എന്റെ മേലെയാണ്. നോക്കട്ടെ. അയ്യോ, ഇതെന്താ കറണ്ട് വന്ന? ആരായിട്ടത് സ്വിച്ച്? അയ്യോ, ജഡ്ജ്. അയ്യോ, ഞാനും അഭിനയിക്കേണ്ടി വരും. എല്ലാം അവിടെ ഒരു ശബ്ദം. എന്തു പറ്റി? ഏയ്,
എന്തിനാ കരയുന്നേ? ഐഷു കാനഡയിൽ നിന്ന് ഫോൺ ചെയ്തു അങ്കിൾ. സിഗ്നൽ വീക്കായിരുന്നു. സിഗ്നൽ എവിടെ കിട്ടുമെന്ന് നോക്കി ഇങ്ങനെ ഫോൺ നീട്ടി പിടിച്ച് ടെറസിലേക്ക്. ബാക്കി ഞാൻ പറയാം സർ. ഇവര് ഫോൺ നീട്ടി പിടിച്ചിങ്ങനെ വന്നപ്പോ എന്റെ കണ്ണുകൾക്ക് കൊല്ലാൻ തോക്ക് നീട്ടി പിടിച്ച് വരുന്ന പോലെ തോന്നിയത്. ബാക്കി പറ. അപ്പൊ ഈ തുണി എന്റെ തലയെ കൂടി ഇട്ടിട്ട് കണ്ണ് കാണാമെങ്കിൽ കൊലപാതകി സ്ട്രോങ് ആവുമെന്ന് വിചാരിച്ചു. അതാണ് സർ. പറ. പിന്നെ കെട്ടിപ്പിടിച്ച്. അയ്യോ ഇവരല്ല സർ, കൊലപാതകയെ കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ച് ഇവരെ പിടിച്ചുപോയി. ബാക്കി പിന്നെ ആ പടിക്കെട്ടിന്ന് താഴേക്ക് രണ്ടുപേര് മോളിന്ന് ഉരുണ്ട് തല്ല് പിടിച്ച്. ലൈറ്റ് ഇട്ടതിന് ശേഷം എനിക്ക് ഗണ്ണ് ഫോണാണെന്നും അക്യൂസ്ഡ് ഇവരാണെന്നും അറിഞ്ഞത്. ആട്ടെ, രാത്രി 12 മണിക്ക് നിനക്കെന്താ ഫോണിൽ സംസാരിക്കാനുള്ളത്? അതും ഒരു വലിയ പെണ്ണ്. എപ്പോഴും ഇങ്ങനെ ഫോണിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? സെൽഫോണും ഇന്റർനെറ്റും നമ്മളെ വളർത്താനാ, നശിപ്പിക്കാനല്ല. മനസ്സിലായോ? ആ പോയി കിടക്ക്. വാ. അല്ല നീ എവരിബഡി എല്ലാരും കൂടി ഇങ്ങോട്ട് തന്നെ സാർ. ഏയ് അത് ശരി. സർ മുകളിലേക്ക് വാ. അരെ ഇവനെയോ ദാ വന്നു സർ. പെട്ടു നീ. ആരോ എന്ന് കരുതി നീ താരയെ പിടിച്ചത് തെറ്റല്ല. പക്ഷെ ഈ നേരത്ത് നീ എന്തിന്റെ മുകളിൽ വന്നു? പോയിന്റ് പിടിച്ചു. മച്ച പറഞ്ഞോട്ടെ. എന്നോട് ചോദിക്കുന്ന എന്തിനാടാ? പറയടാ. മച്ചാനാ പറഞ്ഞു വിട്ടെ. എന്തിന് അങ്ങനെ ചോദിക്ക്. അത് പിന്നെ സാറ് കുടിച്ച് ബാക്കി വെച്ച വൈൻ ബോട്ടിൽ മുകളിൽ ഫ്രിഡ്ജിലുണ്ടാവും. അത് സാർ അറിയാതെ എടുത്തിട്ട് വരാം മച്ചാൻ പറഞ്ഞിട്ടാ വന്നത്. ഞാൻ അതിനാ വന്നേ പിടിച്ചു. അങ്ങനെ ഏയ് മണ്ട. മച്ചാ നിങ്ങളെ സാർ മടയാനല്ലേ നീ? സാർ കുടിക്കുന്നത് തെറ്റല്ല, പക്ഷേ സ്വന്തം കാശ് കൊണ്ട് വാങ്ങി കുടിക്കണം. അയ്യോ നിന്നെ അപേക്ഷിച്ച് ഇവൻ ബുദ്ധിശാലിയാ. ഇനി മുതല് അവൻ പറയുന്നത് നീ കേൾക്കണം. പോ, പോ. തല ചുട്ടോടോ? അയ്യോ ഇതുവരെ ഇല്ല. നാളെ ചുടുവോ? തീർച്ചയായും. ചുട്ടാൽ തല എനിക്ക്. അതെ, ജഡ്ജിന്റെ തല ഇയാൾക്ക് എന്തിനാടാ? അയാളെ മീനെ പറ്റിയാടാ പറഞ്ഞ മണ്ട. അയ്യോ കൊന്നല്ലോ മഹാപാപികളെ. എടാ അവിടെ അയാളെ കൊന്ന് ഡെഡ് ബോഡി ആക്കിട്ട് ഇവിടെ സ്വന്തം ബോഡി ഡെവലപ്പ് ചെയ്യാ. ബാനർജി വരുന്നമ്മേ, വരുന്നു. മഹാപാപി അവരെ ദാരുണമായി കൊന്നല്ലോ. അയ്യോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ അമ്മേ. ദേവി സരസ്വതി, എനിക്കിത് വേണ്ടി യാതൊരു ബന്ധമില്ലേ. എന്നെ ഈ കുടുക്കല്ലേ. അയ്യോ. എന്താമേ നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇരുന്ന് കരയുന്നേ? അവൻ ഓടുന്നതിന് ഞാൻ എന്തിനാടാ കരയുന്നേ? വേറെ എന്തിനാ? നായടാ. ഞാൻ നായ, നന്ദിയുള്ള നായ. ആ നായ അല്ലത്, അവിടെ നോക്ക്. ഈ നായോ? ഈ നായൊന്നും ഇവൻ കൊന്നില്ലല്ലോ. ഞാൻ ടെറസിൽ യോഗ ചെയ്യായിരുന്നു. ഇവനാ പാല് കൊടുത്തേ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ വെട്ടിയിട്ട പോലെ ചത്തു കിടക്കുന്നു. ചത്തതല്ലേ, പാല് പിടിച്ച് ഉറങ്ങുക. കണ്ടില്ലേ ശ്വാസം വിടുന്നേ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ വളരെ നല്ലവനാ. അതൊന്നുമില്ല, രാത്രി മുഴുവൻ കുരച്ചോണ്ടിരുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് ജിഗിരിതന്ത ദൂത് കൊടുത്താ. അതിനുവോ? ജിഗിരിതന്റെ ദൂതോ? അതെന്താ? തൊണ്ടവേദന മാറാൻ കുരുമുളകും ജീരവും കലർന്ന പാല്. വെരി ഗുഡ്. നീ നന്നായി വരും. ഇവൻ ഈ വീട്ടിൽ നിന്നാലും ഇല്ലേലും നീ ഇവിടെ വേണം. അപ്പോഴേ ഈ വീട് സുരക്ഷിതാവൂ. ശരി. എങ്ങനെയൊക്കെയോ മാറ്റർ വർക്കൗട്ട് ആക്കുക. ജഡ്ജിന് മുമ്പ് എന്നെ കൊല്ലുവോ നീ? എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ. അന്ന് എനിക്ക് ജിഗിരിതന്ത തന്നതിനൊരു കാരണമുണ്ട്. ഇന്ന് നായ്ക്ക് എന്തിനാ ജിഗിരിതന്ത കൊടുത്തത്? എന്റെ തോക്കതിനെ വീണ് കിട്ടി. എടുക്കാൻ ചെന്നപ്പോ കുറച്ചു. നിന്നെ പറ്റിച്ച പോലെ അതിനെ പറ്റിച്ചു. ഓ ചുട്ടാൽ തല എനിക്ക്. ആദ്യം നീ ഇവനെ കൊല്ലുക, അവന്റെ തല എനിക്ക് വേണം. അവൻ വരുന്നു. അതിനോട് തിരിച്ചു വന്നോ?